പിന്നെ ഒരു ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു റൈഡ് വീഡിയോ തന്നെയാണ്, ഒരു പക്ക റൈഡ് വീഡിയോ. പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നും കാണാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ ആ പോയ റൂട്ട് കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഡബിൾ മൈൻഡിൽ പോകണോ വേണ്ടയോ എന്നുള്ള ചിന്തയോട് കൂടി ഇരിക്കുകയായിരുന്നു. രാവിലെ ഒരു മടി പിടിച്ചിരിക്കുകയായിരുന്നു, കാരണം 4 മണിക്കൊക്കെ ഇറങ്ങണമെന്നൊക്കെയായിരുന്നു പ്ലാന്. പക്ഷേ അതൊന്നും നടന്നില്ല. 6:30 വരെ കിടന്നുറങ്ങി. 7 മണിയായപ്പം നിർബന്ധം കാരണം ഞാൻ പോയതാണ്. ഞാൻ അത്ര താല്പര്യപ്പെടാതെ പോയ റൈഡാണ്. പക്ഷേ അതിൻ്റെ കാരണഭൂതന്മാരുണ്ട് 2 പേര്. ഒരാൾ കൊട്ടാരക്കരയിൽ നിന്നും ബൈക്ക് എടുത്തു വന്നു, മറ്റൊരാൾ കോതമംഗലത്ത് നിന്നും ബൈക്ക് എടുത്തു വന്നു. അവർ കണ്ണൂർ വരാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല, പക്ഷേ പകരം അവർ വയനാട്ടിലോട്ട് വന്നു. അതുകൊണ്ട് ഞാനും മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും വയനാട് പോകാൻ ഇറങ്ങി. അപ്പോൾ അവരുടെ പേരും കൂടെ പറഞ്ഞേക്കാം. ഒരാൾ എൽദോ, ഒരാൾ സാബു, ഒരാൾ മെറ്റിയോറിലും മറ്റേ ആൾ അവെഞ്ചറിലുമാണ് വന്നത്. അവർ ബൈക്ക് എടുത്ത് ഇത്രയും ദൂരം വന്ന് റിസ്ക് എടുത്ത് വന്നതല്ലേ, അതുകൊണ്ട് ഞാനും ഇറങ്ങി അവരെ കാണാൻ വേണ്ടിയിട്ട്. കാരണം അവരെന്നെ കാണാൻ വേണ്ടി ഇത്ര ദൂരം വന്നല്ലോ, അപ്പം ഇനി ഞാൻ കുറച്ച് ദൂരം അവരെ കാണാൻ വേണ്ടി പോവാം. അങ്ങനെ രാവിലെ കെട്ടും പ്രമാണമൊക്കെ എടുത്ത് പോയ ചെറിയ കഥയാണ് ഈ വീഡിയോയിൽ. അപ്പോൾ നമ്മുടെ ചേട്ടന്മാരെ ഒന്ന് എൻ്റെ എല്ലാ വീഡിയോകളും പോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. തുടക്കവും ഇല്ല, ഒടുക്കവും ഇല്ല, തലയുമില്ല, വാലുമില്ല. പിന്നെ ഞാൻ ഇതിനകത്ത് പ്രത്യേകിച്ച് വെട്ടിമുറിക്കാനും കട്ടിയാനൊന്നും പോയിട്ടില്ല. ചെറിയ എന്താണോ പിടിച്ചത് അതുപോലെ തന്നെ. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഇത് യാത്ര വയനാട്ടിലേക്കായിരുന്നു. പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷൻസ് ഒന്നും പ്ലാൻ ഇല്ലാതെ, ഒരു ടൂറിസ്റ്റ് സ്പോട്ടൊന്നും മനസ്സിൽ കാണാതെ ഒരു ട്രാവലറായിട്ട് പോയ വീഡിയോ ആണ്. ഞങ്ങൾ 3 പേരും അങ്ങനെ തന്നെയായിരുന്നു പ്ലാന്. ആർക്കും പ്രത്യേകിച്ച് സ്ഥലങ്ങൾ കാണണം എന്നുള്ള ആഗ്രഹമായിട്ടില്ല. പക്ഷേ ഏതെങ്കിലുമൊക്കെ റോട്ടിൽ കൂടെ റൈഡ് ചെയ്യണം, കുറച്ച് നല്ല വൈബുള്ള ചെറിയ വീഡിയോ ആയിരിക്കും എന്ന് കരുതി തുടങ്ങിയത്. 46 മിനിറ്റ് ഉണ്ട്. എന്തായാലും ഞാൻ കട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല, എടുത്തത് മുഴുവൻ അങ്ങിരിക്കട്ടെ ഇത്തവണ അങ്ങനെ വിചാരിച്ചു. അല്ലെങ്കിൽ ഒരു 50 മിനിറ്റ് വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് വെട്ടിമുറിച്ച് നമ്മൾ ആകെ ഇടുന്നത് ഒരു 20 മിനിറ്റ് 15 മിനിറ്റിൻ്റെ വീഡിയോ ആണ്. അതിൽ പ്രത്യേകിച്ച് ക്വാളിറ്റിയും കണ്ടൻറ്റും ഒന്നുമില്ല എന്ന് പറയുന്ന പോലെ ഇതിലും പ്രത്യേകിച്ച് ക്വാളിറ്റിയും കണ്ടൻറ്റും ഒന്നുമില്ല. എന്നാലും ചില റോഡുകളൊക്കെ അങ്ങനെ തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഇതിനകത്തെ കണ്ടൻറ്റ്. ഏതാണ്ട് രാവിലെ 7-7:40 ആയപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. പോയി ഒരു 10 കിലോമീറ്റർ അപ്പോൾ ഒരു പമ്പിൽ നിന്നൊരു ചായയൊക്കെ കുടിച്ചു. വീട്ടിൽ നിന്നൊരു ചായ കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. പിന്നെ ഒരു ചായയും ഒരു കേക്കിൻ്റെ കഷ്ണമൊക്കെ കഴിച്ചു. ഞാൻ പോയ റൂട്ടെന്ന് പറയുന്നത് ഇരിട്ടിയിൽ നിന്ന് പേരാവൂർ പോകാതെ മറ്റൊരു റോഡുണ്ട്, അതിലേ കട്ട് ചെയ്തിട്ട് മണത്തണ്ണ എത്തി കേളകം കൊട്ടിയൂരെത്തിയപ്പോൾ നമ്മുടെ കൊട്ടിയൂർ അമ്പലമുണ്ടല്ലോ, ശിവക്ഷേത്രത്തിൻ്റെ അവിടെ ഞാൻ നിർത്തി. അവിടെ ഒരു 10 മിനിറ്റ് വണ്ടി നിർത്തി. ഞാനും തണുത്തു, വണ്ടിയും തണുത്തു. കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. കുറച്ച് നേരം അവിടെ നിന്ന് ചെറിയൊരു മഴക്കോളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഭയം വന്നു, മഴയായിട്ടുണ്ടെങ്കിൽ യാത്ര കൊളാവുമല്ലോ എന്നുള്ള ഓർത്തിട്ട്. കാരണം ഞാൻ റെയിൻകോട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ഒരു ആശ്വാസം എന്താ വെച്ചാൽ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കോട്ട് കിട്ടും. അതുകൊണ്ട് പിന്നെ നനയാതെ പോകാമല്ലോ. എന്തായാലും ഞാൻ ഒന്നും മേടിക്കാൻ നിന്നില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ആ മഴയൊക്കെ പോയി. ആ മഴ തീരുന്ന ഒരു 10-15 മിനിറ്റോളം ഞാൻ അവിടെ റെസ്റ്റ് എടുത്തു. അവിടെ ഒരു ചേട്ടനുമായിട്ടൊക്കെ കുറേ നേരം സംസാരിച്ചു. അപ്പം പുള്ളി കൊട്ടിയൂരിൻ്റെ ചരിത്രവും കഥയൊക്കെ പറഞ്ഞു. കേൾക്കാൻ നല്ല രസമാട്ടോ, ഇങ്ങനത്തെ കഥകളും ചരിത്രങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. അവിടെ അങ്ങനെ ഇരുന്നു. അപ്പോൾ ഇതൊക്കെ പറയുമ്പം ഇരുട്ടി കഴിഞ്ഞാലല്ലേ കൊട്ടിയൂർ. നമ്മൾ ഇരിട്ടിയിലോട്ട് ഇപ്പോൾ തന്നെ അധികം താമസിക്കാതെ കയറും. ഇരിട്ടിയിലാണെങ്കിൽ നമ്മുടെ പഴയ പാലവും പുതിയ പാലവും ഒക്കെ ചേർന്ന് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഒരുപാട് സംസാരിക്കാൻ മടിയുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ പാട്ടൊക്കെ ഇടുന്നത്. കുറച്ച് നല്ല മെലഡീസും നല്ല സ്ലോ ആയിട്ടുള്ള കുറച്ച് സോങ്സും ഇടയ്ക്കൊരു ഫാസ്റ്റ് നമ്പറൊക്കെ ഇടാം. അതൊക്കെ ഇങ്ങനെ കേട്ട് പാട്ടും കേട്ട്, കാരണം എൻ്റെ സംസാരം ഭയങ്കര ബോറടിയാണെങ്കിലും പാട്ടെങ്കിലും കേട്ടിട്ട് ആൾ 2 വീഡിയോ കാണുന്നതിൻ്റെ ഇരിട്ടിക്കൊരു പ്രത്യേകതയുണ്ട്. ഒരുപാട് കലാകാരന്മാരും ബ്ലോഗർമാരും യൂട്യൂബേഴ്സും അത് നല്ല ഫേമസ് ആയിട്ടുള്ള ആളുകൾ തന്നെയുള്ള ഒരു സ്ഥലമാണ് ഇരിട്ടി. എനിക്ക് തോന്നുന്നു അവിടെ മ്യൂസിക്കിനൊക്കെ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, ആർട്സും മ്യൂസിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഭയങ്കര സപ്പോർട്ടുള്ള ഒരു നാടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ നാട് ശ്രീകണ്ഠപുരമാണ്. ആ ശ്രീകണ്ഠപുരത്തിനേക്കാളൊക്കെ ഒരുപാട് മുന്നിലാണ് ഇരിട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഒക്കെ എന്നോട് ചോദിക്കും നാടെവിടെ ചോദിച്ചാൽ ഞാൻ ഇരിട്ടിക്കടുത്തെന്ന് എപ്പോഴും പറയാറുണ്ട്. ഇരിട്ടിയെ ഇഷ്ടപ്പെടാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഞാൻ ആദ്യമായിട്ട് വയലിൻ പഠിക്കുന്നത്, എന്നെ പഠിപ്പിക്കുന്നത് ഇരിട്ടിയുള്ളൊരു സാറാണ്. തോമസ് സാറും ഒരു സംഗീത് സാറൊക്കെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇരിട്ടി എനിക്ക് മറ്റൊരു കാരണം കൂടിയാണ് ഇരിട്ടി ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഈ വോയിസ് കൊടുക്കുമ്പോൾ സമയം 12 മണിയായി രാത്രി. പുറത്തുള്ള പ്രാണികളുടെയും ജീവികളുടെയൊക്കെ ഒച്ചയും കൂടെ ഈ വോയിസിൽ വരുന്നുണ്ട്. കാരണം വെച്ചാൽ ഞാൻ പുറത്തിരുന്നിട്ടാണ് വോയിസ് ചെയ്യുന്നത്. വീട്ടിലെല്ലാവരും ഉറങ്ങി. അപ്പം
ഞാൻ സംസാരിക്കുന്നത് പുറത്ത് അകത്തൊന്നും ആരും കേൾക്കണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ പുറത്തിരുന്ന് ചെയ്യുമ്പോൾ പുറത്ത് എൻ്റെ സംഭാഷണം ഇപ്പോൾ കേൾക്കുന്നത് ഈ ചീവീടുകളും ഉറങ്ങിക്കിടക്കുന്ന പക്ഷികളും കാക്കകളൊക്കെ ആയിരിക്കും. പിന്നെ മറ്റൊരു ചെറിയ സന്തോഷം കൂടിയുണ്ട്. ഞാൻ ഈ യൂട്യൂബിലിപ്പം വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ഒരു 6 മാസമായിട്ടുള്ളൂ ഇങ്ങനെ കുറച്ച് വീഡിയോസ് ഇടുന്നത്. അത് പ്രത്യേകിച്ച് എൻ്റെ റോയൽ എൻഫീൽഡ് ഹണ്ടർ ബൈക്ക് വന്നതിന് ശേഷമാണ് കൂടുതൽ വീഡിയോസ് ഇടുന്നത്. അതിന് മുന്നേ ഇടയ്ക്ക് വയലിൻ ഫ്യൂഷൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ചെറിയ വീഡിയോ 1 മിനിറ്റ് 2 മിനിറ്റുകളൊക്കെ ഇടുമായിരുന്നു. ഇപ്പോൾ എന്തായാലും 1200 ആളുകൾ യൂട്യൂബ് വഴി എന്നെ അറിയുന്നവരുണ്ട്. അതിനകത്ത് എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർ 50 പേരുണ്ട്. അതിൽ സപ്പോർട്ട് തരുന്നവരും കണ്ടിട്ട് വിളിക്കുന്നവരും അഭിപ്രായം പറയുന്നവരും കേട്ട് ഒരു 10 15 പേരുണ്ട്. പിന്നെ പുതിയ 1-2 ആളുകളും കൂടി ഇപ്പം അതിൽ നമ്മുടെ ആ ഒരു ഫാമിലിയായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതിൽ പുതുതായിട്ട് വന്നവരൊക്കെ ആരാന്നോ എവിടുന്നാണെന്നൊന്നും എനിക്കറിയില്ല. കാരണം നമുക്കിത് ആരൊക്കെയാണ് സബ്സ്ക്രൈബ് ചെയ്തതെന്ന് അറിയാൻ പറ്റില്ലല്ലോ. എന്നാലും ഈ 1200 പേരായി എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ളതാണ്. അപ്പം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി നമ്മൾ പോകുന്ന വഴി എന്ന് പറയുന്നത് പാൽച്ചുരം കയറിയിട്ട് ബോയ്സ് ടൗൺ എത്തി അവിടുന്ന് തലപ്പുഴ മാനന്തവാടി അങ്ങനെയാണ് റൂട്ട് പോകുന്നത്. ഈ പാൽച്ചുരം റോഡ് ഓപ്പണായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10-15 വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അതിന് മുന്നേ ഉണ്ടായിരുന്ന റൂട്ട് കണ്ണൂരിൽ നിന്ന് മാനന്തവാടിക്ക് ഉണ്ടായിരുന്ന റൂട്ട് എന്ന് പറയുന്നത് കൂത്തുപറമ്പ് വന്ന് അവിടുന്ന് നെടുമ്പോയി വന്ന് പേരിയ ചുരം കയറി പേരിയ കൂടി ബോയ്സ് ടൗൺ തലപ്പുഴ മാനന്തവാടി അങ്ങനെ വരുന്ന റൂട്ടായിരുന്നു. ഇരിട്ടി ഭാഗത്തുള്ളവർക്ക് പോകാൻ വേണ്ടിയിട്ട് പാൽച്ചുരം റോഡ് തുറന്നപ്പം കിലോമീറ്റർ 10-15 കിലോമീറ്ററോളം കുറവുണ്ട്, സമയം അതുപോലെ ലാഭമുണ്ട്. പക്ഷേ ഈ ചുരം ഭയങ്കര ഡേഞ്ചറസ് ആണ്, കുത്തനുള്ള കയറ്റാണ്. പേരിയ ചുരം അത്ര ഡേഞ്ചറസ് അല്ല, നമുക്ക് വണ്ടി ഓടിച്ചു പോകാനൊക്കെ അത്യാവശ്യം വീതിയുള്ള റോഡാണ്. അത്രയുമല്ല ബെൻഡുകളൊന്നും അത്ര ഷാർപ്പല്ല. പക്ഷെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഷാർപ്പായിട്ടുള്ള കയറ്റവും നല്ല ബെൻഡും ഒക്കെയാണ്. അപ്പം വളരെ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം. മുകളിലോട്ട് പോകുമ്പോഴും താഴ്ത്തുരുമ്പൊക്കെ ഒരുപാട് ശ്രദ്ധിക്കണം. ഒരുപാട് വണ്ടി താഴെക്കൊക്കെ പോയിട്ടുണ്ടെന്ന് പറയുന്നത് കേൾക്കാം. പിന്നെ വേറൊരു പ്രശ്നം, ഈ ചുരത്തിൻ്റെ മണ്ണിടിയുന്ന പ്രശ്നമുണ്ട്. മഴക്കാലത്ത് ചിലപ്പോഴൊക്കെ അടയ്ക്കാറുണ്ട്. നെടുമ്പോയി വഴി അപ്പം വണ്ടി വിടുകയുള്ളൂ. അപ്പം അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ വഴിക്ക്. എന്തായാലും അങ്ങോട്ടുള്ള യാത്ര പാൽച്ചുരം കയറി തന്നെയാണ്. ചുരം കയറി തുടങ്ങിയ പിന്നെ ബോയ്സ് ടൗൺ വരെ ഇപ്പം റോഡ് മോശമാണ്. ഇടയ്ക്കിടയ്ക്ക് പണിയും പിന്നെയും മണ്ണിടിയും കല്ല് വന്ന് വീഴും, റോഡ് പിന്നെയും പോവും, വെള്ളം കുത്തനെ ഒഴുകി വരും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ചുരം കയറുന്ന ഭാഗം വരെ നല്ല റോഡ്. അപ്പോൾ ഈ നല്ല കിലോമീറ്റർ ആണെന്നറിയട്ടെ, 7500 കിലോമീറ്ററായി. ജനുവരിയിലാണ് ഈ വണ്ടി എടുത്തത്. ജനുവരി 26-ാം തീയതിയാണ് വണ്ടി കിട്ടുന്നത്. അതിനുശേഷം ഈ യാത്ര പോകുന്നത് സെപ്റ്റംബർ 20-നാണ്. അപ്പം അത്രയും ഗ്യാപ്പിനിടയ്ക്ക് 7500 കിലോമീറ്റർ ഓടി. 8-9 മാസത്തിൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഓട്ടം തന്നെയാണ്. ഇടയ്ക്ക് വലിയ മഴ വന്നപ്പോൾ ഓട്ടം കുറവായിരുന്നു. പക്ഷേ ബാക്കിയുള്ള സമയങ്ങളിൽ ഓട്ടം അത്യാവശ്യം ഓടിയിട്ടുണ്ട്. ലോങ് ഒരു കൂത്താട്ടുകുളം, ഒരു തൃശ്ശൂർ, 3-4 കാഞ്ഞങ്ങാട്, ഇത് 2ാമത്തെ വയനാട്, പിന്നെ 2 വിരാജ്പേട്ട. ഇത്രയാണ് ലോങ് പോയിരിക്കുന്നത്. ബാക്കിയെല്ലാം ഷോർട്ട് ഡിസ്റ്റൻസ് ആണ്. പിന്നെ ഡെയിലി യൂസൊക്കെ കുറവാണ്. അങ്ങനെ ഒരു 10 കിലോമീറ്റർ 20 കിലോമീറ്ററൊക്കെയാണ് മാക്സിമം ഡെയിലി യൂസായിട്ട് വരുന്നത്. എന്തായാലും ആവറേജ് കുഴപ്പമില്ലാതെ ഓടിയിട്ടുണ്ട്. പിന്നെ ലോങ് ഡിസ്റ്റൻസിലൊക്കെ അത്യാവശ്യം മാന്യമായ മൈലേജ് തരുന്നുണ്ട് വണ്ടി. എനിക്ക് പിന്നെ തിരക്കില്ലാത്തതുകൊണ്ടും ആരെ ഓവർടേക്ക് ചെയ്യണമെന്നുള്ള ടെൻഡൻസി ഇല്ലാത്തതുകൊണ്ടും വലിയ സ്പീഡിൽ പോകണ്ടാത്തതുകൊണ്ടും മൈലേജൊക്കെ തരുന്നുണ്ട്. ചെയിനൊക്കെ കൃത്യം 1000 കിലോമീറ്ററൊക്കെ ഓടുമ്പം ടൈറ്റ് ചെയ്താൽ മതി. കാരണം എൻ്റെ റൈഡിങ് പാറ്റേൺ അങ്ങനെ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ലൂസൊന്നും ആകുന്നില്ല. എന്നാലും ഞാൻ 500 കിലോമീറ്ററൊക്കെ ആകുമ്പോൾ ഒന്ന് ഡീലറിൽ കയറ്റി കാണിക്കും. പിന്നെ ലൂബ്രിക്കേഷൻ ചെയ്യും, ഇടയ്ക്കൊന്ന് വാഷ് ചെയ്യും. ഇതൊക്കെ തന്നെ ചെയ്യുന്നുള്ളൂ. ബ്രേക്ക് പാഡ് കാര്യങ്ങളൊക്കെ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ ഉണ്ട്. ടയറൊന്നും അനക്കം സംഭവിച്ചിട്ടില്ല, പുതിയ ടയർ പോലെ തന്നെയുണ്ട്. വണ്ടി മൊത്തത്തിൽ നല്ലതാണ്, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ആകെ സീറ്റ് കുറച്ച് ഹാർഡാണ്, ഒരു കവറൊക്കെ ഇട്ടിട്ടുണ്ട്, എന്നാലും ഹാർഡാണ്. ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു കുഷ്യൻ സീറ്റ് ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് വേണ്ടത് എനിക്കൊരു ബാക്കിലൊരു
ടെയിൽ ബോക്സ് വെക്കണം, ചെറിയൊരു ടെയിൽ ബോക്സ് എങ്കിലും വെക്കണം. അത്യാവശ്യം നമ്മുടെ ഇതുപോലെയുള്ള ലോങ് യാത്രകളൊക്കെ പോകുമ്പോൾ നമ്മുടെ ക്യാമറയും സാധനങ്ങളൊക്കെ ഒരു മഴ വന്നാലും അതിനകത്തോട്ട് എടുത്തിട്ടാൽ മതിയല്ലോ. അല്ലെങ്കിൽ വലിയ ബാഗുകൾ എടുക്കട്ടല്ലോ. കുറച്ച് ചെറിയ യാത്രകളൊക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ അതിനകത്ത് ഇടല്ലോ. അപ്പം അത് വെക്കണമെങ്കിൽ അതിൻ്റെ ഒരു സീറ്റും കൂടെ ഓർഡർ ചെയ്യേണ്ടി വരും. പിന്നെ ഈ പാൽച്ചുരത്തിനുള്ള 5 ഹെയർപിൻ ബെൻഡുകളാണുള്ളത്. അത് എല്ലാം അടുത്തടുത്താണ്, ഒരുപാട് ദൂരമൊന്നുമില്ല. അങ്ങനെയൊക്കെയുള്ള റോഡ് ഞാൻ അത് ചെയ്യണോ അതോ ബാഗ് കയറി മുകളിൽ എത്തണമെങ്കിൽ ട്രാവൽ ബാഗ് തന്നെ ഉണ്ട് ബൈക്കിൽ, നല്ല ബാഗ് ഇല്ലാത്ത റോഡ്. പക്ഷെ എന്താ ചെയ്യുക, കൺഫ്യൂഷൻ പ്രശ്നം. കല്ല് എന്തായാലും 1-2 മാസം കഴിയുമ്പം അതിനുണ്ടല്ലോ വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ ആക്ഷൻ ക്യാമറയിൽ എടുത്ത വീഡിയോസും നമ്മുടെ ഫോണിലെടുത്ത വീഡിയോസും രണ്ടും അപ്ലോഡ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഇടുന്ന സമയത്ത് ചെറിയ ഓർഡറിൻ്റെ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് 1-2 സ്ഥലങ്ങളിൽ അല്ലാതെ കാണിക്കുന്നുണ്ട്, മുന്നേയും പുറകിലൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതൊന്നും കാര്യമാക്കണ്ട, കാരണം ഞാനിത് ഒറ്റപ്പിടുത്തത്തിൽ എഡിറ്റ് ചെയ്ത് ഒറ്റപ്പിടുത്തത്തിൽ ഇട്ടതാണ്. അപ്പം അടുത്തതിൽ നമുക്ക് ശരിയാക്കണം. ഒന്നാമത്തെ സമയമില്ല, ഇപ്പം തന്നെ സമയം 12:30 കഴിഞ്ഞു രാവിലെ. ഇപ്പോൾ ആ നാട്ടുകാരൊക്കെ കേട്ടിട്ടുണ്ട് ഇവനെന്താ ഭ്രാന്താണോ എന്ന്. ഈ 12:30 ഇരുന്നിട്ട് ആരോടാ സംസാരിക്കുന്നത്, ടെറസിൻ്റെ മുകളിൽ ഇരുന്നിട്ടെന്ന് ചിലപ്പം വിചാരിക്കും. പക്ഷെ നമ്മുടെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ നമുക്കല്ലേ അറിയുള്ളൂ. രാവിലെ ഡ്യൂട്ടി, വൈകുന്നേരം രാത്രിയാകും വീട്ടിലെത്തുമ്പോൾ, പിന്നെ കുറച്ച് ഫാമിലി ടൈം എല്ലാം കഴിഞ്ഞിട്ട് ഇതുപോലെയുള്ള സമയം കിട്ടുമ്പം വേണം ഇതൊക്കെ ചെയ്തു വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ചുരമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് നേരെ പോകുന്ന മാനന്തവാടി ടൗണിലേക്കാണ്. ഇടയ്ക്ക് പിന്നെ ഞാൻ കുറേ ദിവസം റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും കാണുന്നതൊക്കെ തന്നെയല്ലേ, അതുകൊണ്ട് ഞാൻ വലിയ കാര്യമായിട്ടൊന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല. പിന്നെ ഇടയ്ക്ക് കുറച്ച് മഴയുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ ഒരു മഴയുടെ ബുദ്ധിമുട്ട് തോന്നിയപ്പോഴാണ് ഞാൻ കണിയാരം പള്ളിയുടെ മുന്നിലോട്ട് കയറി. കാരണം എന്താ വെച്ചാൽ എനിക്ക് അവിടെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ആ പള്ളി. ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് ഞാൻ മാനന്തവാടി വയനാട് വരുമ്പം ഫസ്റ്റ് നിന്നത് ഈ കണിയാരം പള്ളിയിലാണ്. അവിടെ കുറച്ചേറെ സമയം ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 9ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് വയനാട്ടിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ എത്രയും വർഷങ്ങൾക്ക് മുന്നേ പോയ ഒരു സ്ഥലമൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഓർമ്മ പുതുക്കാൻ നമ്മുടെ മച്ചാന്മാരെ ഞാൻ വിളിച്ച്, അപ്പം അവർ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മാനന്തവാടി എത്തും. അപ്പം എനിക്ക് 1 മണിക്കൂർ സമയമുണ്ട്. അതുകൊണ്ട് ചുമ്മാ ഒന്ന് വള്ളിയൂർക്കാവിൻ്റെ അടുത്ത് വരെയൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് നമ്മുടെ മാനന്തവാടി മൈസൂർ റോഡിൽ PWD ഹൗസിൻ്റെ മുന്നിൽ കുറച്ച് ബൈക്കൊക്കെ പാർക്ക് ചെയ്യാനും വെള്ളം കുടിക്കാനും ഒക്കെ ഒരു തണലുള്ള സ്ഥലമുണ്ട്. അവിടെ നിന്ന് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്ക് അവരെത്തും. അവരെത്തിക്കഴിഞ്ഞാൽ ഇനി ഒന്നിച്ചാണ് യാത്ര. എനിക്ക് വീട്ടിൽ നിന്ന് ഏതാണ്ട് 70-75 കിലോമീറ്റർ ഉണ്ട് മാനന്തവാടി വരാൻ വേണ്ടിയിട്ട്. 2.25 മണിക്കൂറിൽ ഞാൻ പതിയെ ഓടിച്ച് അത്യാവശ്യത്തിന് ബ്രേക്കൊക്കെ എടുത്തിട്ടും ഞാനിവിടെ എത്തി. വലിയ സ്പീഡിലൊന്നും ഞാൻ വന്നിട്ടില്ല, പ്രത്യേകിച്ച് കയറ്റവും വളവൊക്കെ ആയതുകൊണ്ട്. എന്നാലും ഒരു 45-50 റേഞ്ചിലൊക്കെ തന്നെയാണ് ഇങ്ങനെ പോകുന്നത്. വലിയ കുഴപ്പമില്ലാതെ മടുപ്പൊന്നും ഇല്ലാതെ ഇവിടെ എത്തി. പിന്നെ വയനാട്ടിൽ കയറിയപ്പോൾ പിന്നെ ക്ലൈമറ്റ് അടിപൊളിയാണ്. കാരണം നമുക്ക് ചൂടൊന്നും അറിയുന്നില്ല, അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്. ഇടയ്ക്ക് ചാറ്റൽ മഴയൊക്കെ പെയ്തിരുന്നു. എന്നാലും ആ സമയത്ത് ഞാൻ കയറി എവിടെയെങ്കിലുമൊക്കെ നിന്നു, നനയാൻ നിന്നില്ല. സാധാരണ ഞാൻ മഴയായാലും വലിയ മഴയാണെങ്കിൽ പോലും ഞാൻ വലിയ കാര്യമാക്കുന്നല്ല. പക്ഷേ ഇന്ന് രാവിലെ തൊട്ടൊരു നെഗറ്റീവ് ചിന്തയായിരുന്നു. ചെറിയൊരു മടി ഉണ്ടായിരുന്നു, വരണോ വേണ്ടയോ പോകണോ വേണ്ടയോ എന്നൊക്കെയുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ പല കാര്യങ്ങളും എടുത്തില്ല. അതിലൊന്നാണ് നമ്മുടെ സെൽഫി സ്റ്റിക്ക് എടുത്തില്ല. കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ നന്നായിട്ട് എടുക്കണമെന്നുണ്ടായിരുന്നു, ആ കാര്യങ്ങൾ എടുത്തിട്ടില്ല. പിന്നെ നമ്മുടെ ഹെൽമെറ്റിൽ ചിൻ മൗണ്ട്. ഇപ്പം വണ്ടി ഓടിക്കുന്ന മാനന്തവാടി ടൗണിൽ കൂടിയാണ് കേട്ടോ. ഇവിടുന്ന് മൈസൂർക്ക്, ബാംഗ്ലൂർക്ക് കുറേ റൂട്ടുകളുണ്ട്. കർണാടകത്തിൽ കിടക്കാനുണ്ട്, ഊട്ടി തമിഴ്നാട്ടിൽ കിടക്കാനുണ്ട്, പിന്നെ മറ്റൊരു സൈഡിൽ നിലമ്പൂർ പോകാനുള്ള റൂട്ടുണ്ട്. അങ്ങനെ എല്ലാം ഇൻ്റർസ്റ്റേറ്റ് പാതകൾ ഒരുപാടുണ്ട്. എല്ലാം കാടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പോകണം. ചില ഭാഗങ്ങളിൽ രാത്രി യാത്ര നിരോധനമുണ്ട്. അത് മുത്തങ്ങ ഫോറസ്റ്റിൽ കൂടെ നമുക്കത് വർഷങ്ങളായി. അതാണ് മെയിൻ റൂട്ട് ആക്ച്വലി. കോഴിക്കോടും മൈസൂരൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള കോഴിക്കോട് നിന്ന് വരുന്ന ഒരു പ്രധാന പാതയാണ്. പക്ഷേ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന ഒരു കോടതി വിധിയിലൊക്കെ ഹർജി കൊടുത്ത് അങ്ങനെ ആ റോഡിലൂടെയുള്ള രാത്രി യാത്ര നിരോധിച്ചതാണ്. ഇപ്പം ഏതാണ്ട് കുറച്ച് KSRTC ബസ്സുകൾക്ക് മാത്രമേ പോകാൻ വേണ്ടിയിട്ട് അനുമതിയുള്ളൂ. ബാക്കി മറ്റേ പ്രൈവറ്റ് വണ്ടികളോ ഒന്നും വിടില്ല. പിന്നെ ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെ വണ്ടികളൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ നമ്മുടെ മുന്നിൽ നമ്മുടെ മച്ചാന്മാരെത്തിയിട്ടുണ്ട്. ഇതാണ്ട് ഈ പോകണതാണ് തൊട്ട് മുന്നിൽ പോകുന്നതാണ്
നമ്മുടെ എൽദോ ബ്രോ, പുള്ളി അവഞ്ചറിലാണ് പോകുന്നത്. പുള്ളി പറയുന്നുണ്ട് അവഞ്ചറിൽ ഭയങ്കര യാത്രാസുഖമാണ്, 100േക്കാളും കുറച്ചും കൂടെയൊക്കെ യാത്രാസുഖം ഉണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മുടെ സാബു ബ്രോ പുറകെ വരുന്നുണ്ട്, പുള്ളി മെറ്റിയോറിലാണ് വരുന്നത്. പിന്നെ ദാ മുന്നിലൊരു ആനവണ്ടി കാണാം, ഒരു ചുമന്ന ആനവണ്ടി KSRTC. അത് തിരുനെല്ലി അമ്പലത്തിൽ നിന്ന് നിലമ്പൂർ പോകുന്ന വണ്ടിയാണ്. മാനന്തവാടി, കൽപ്പറ്റ, ബത്തേരി കൂടിയിട്ട് മുക്കം, അരീക്കോട്, നിലമ്പൂർ, അങ്ങനെ മഞ്ചേരി കൂടിയിട്ട് നിലമ്പൂർക്ക് പോകുന്ന വണ്ടിയാണ്, ബസ്സാണത്. ഉച്ചയ്ക്ക് എങ്ങാണ്ടാണ് തിരുനെല്ലി അമ്പലത്തിൽ നിന്ന് പുറപ്പെടുന്നത്. പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ എൽദോ ബ്രോ അല്ല, നമ്മുടെ സാബു ബ്രോ നമ്മളെ ഓവർടേക്ക് ചെയ്തു. പക്ഷെ ഭയങ്കര രസമുള്ള ഡ്രൈവായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും ഒരു തിരക്കുമില്ല, അധികം സ്പീഡിലൊന്നും വണ്ടി ഓടിക്കില്ല, സൈഡ് ചേർത്ത് മാത്രമേ വണ്ടി ഓടിക്കുള്ളൂ. ആവശ്യമില്ലാതെ ഓവർടേക്ക് ചെയ്യില്ല, ആവശ്യമില്ലാതെ ഹോൺസ് പരിപാടികളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ കൂടെ വണ്ടി ഓടിക്കാൻ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി. ആദ്യമായിട്ടാണ് ഇവരുടെ കൂടെ ഒന്നിച്ച് റൈഡ് ചെയ്യുന്നത്. എൽദോ ബ്രോ ഒക്കെ ഒരുപാട് റൈഡ് പോകുന്ന ആളാണ്. നമ്മുടെ സാബ് ബ്രോ ആയാലും രണ്ടുപേരും നന്നായിട്ട് യാത്രകൾ പോകുന്നവരാണ്. ഇതിലേറ്റവും കുറവ് പോകുന്ന എക്സ്പീരിയൻസ് കുറവുള്ള ആൾ ഞാനാണ്. പ്രത്യേകിച്ച് ലോങ് റൂട്ട്സ് ഒന്നും എനിക്ക് അത്ര എക്സ്പീരിയൻസേ ഇല്ല, വളരെ കുറവാണ്. പിന്നെ റൈഡായിട്ട് നമ്മളെന്തെങ്കിലും ആവശ്യത്തിന് പോകുന്നു, തിരിച്ചു വരുന്നു, അതല്ലാതെ റൈഡ് പോയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക് വളരെ കുറവാണ്. പക്ഷേ അവരെന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു, എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് അവർ കാണിച്ചു തന്നു. ഞാനും അവരുടെ പാത പിന്തുടരുകയാണ്. എനിക്കിത് ഭയങ്കര രസമാണ്. ഞാൻ ഏറ്റവും ബാക്കിലാണ് പോയി പരമാവധി സമയം. കാരണം ഇവരെ രണ്ടുപേരെയും മുന്നിൽ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ആ ബൈക്ക് രണ്ടും അങ്ങനെ പോകുന്ന കാണുമ്പോൾ സ്പീഡൊന്നും ഇല്ലാതെ. ഇപ്പം പോകുന്ന റൂട്ടെന്ന് പറയുന്നത് ഇത് തിരുനെല്ലിയിൽ നിന്ന് ബാവലി കുട്ടയ്ക്കൊക്കെ പോകുന്ന വഴിയാണ്. ഇവിടെ ഒരു കുഴപ്പമുണ്ട്, നല്ല സ്ഥലമാണ് കാണാനൊക്കെ. പക്ഷേ ഇവിടെയൊക്കെ വണ്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ, സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, വേസ്റ്റൊക്കെ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ 2000 രൂപ ഫൈനാണ്. ഒരുപാട് മരത്തിലൊക്കെ ക്യാമറ വെച്ചിട്ടുണ്ട്. മൃഗങ്ങൾ പാസ് വരുന്ന സ്ഥലമാണിത്. അതുകൊണ്ട് ഇവിടുന്ന് അങ്ങനെയൊന്നും പോകരുത്, വണ്ടി നിൽക്കരുത്, നമ്മൾ യാത്ര ചെയ്ത് പൊക്കോളുക. ഡേഞ്ചറസ് റൂട്ടാണ്. കടുവയൊക്കെ ചിലപ്പോൾ ഉണ്ടാകും, കരടി ഉണ്ടാകും, കാട്ടുപോത്തിൻ്റെ ശല്യം ഉണ്ടാകും, പിന്നെ മാനുകളെയും കുരങ്ങന്മാരെയൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പം ഇവർ രണ്ടുപേരും രാവിലെ വന്നിട്ട് 6:30 മുത്തങ്ങയിൽ സഫാരിക്ക് പോയിട്ടുണ്ടായിരുന്നു. അവർ അപ്പോൾ നമ്മൾ സ്കോറിൽ കേൾക്കുന്ന ഈ പാട്ടുണ്ട്, രക്ഷകൻ എന്ന സിനിമയിലെ പാട്ടാണ്. സ്വർണ്ണലതയും SP ബാലസുബ്രഹ്മണ്യമൊക്കെ പാടിയ പാട്ടാണ്. ഒരു ഭയങ്കര രസമാണ്, ഭയങ്കര ഫീലുള്ളൊരു പാട്ടാണ് കേൾക്കാൻ വേണ്ടിയിട്ട്. ഈ പാട്ടൊക്കെ കേട്ട് റൈഡും കാണുമ്പം ആർക്കെങ്കിലൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ സംസാരം ഭയങ്കര ബോറാണ്, ഒരുമാതിരി എനിക്ക് തന്നെ പലപ്പോഴും തോന്നാറുണ്ട്. എന്താണ് പറയുന്നത്, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ചിരട്ട വന്നൊരു പാറയിൽ ഉരയ്ക്കുന്ന പോലെ തന്നെ സൗണ്ടെന്നോ അല്ലെങ്കിൽ ചീവീടിൻ്റെ പോലത്തെ സൗണ്ടെന്നോ തന്നെ എനിക്ക് തോന്നാറുണ്ട്. ഭയങ്കര ബോറൻ സൗണ്ടാണെന്ന് എനിക്ക് തോന്നാറുണ്ട് ചിലപ്പം. അതുകൊണ്ടാണ് ഞാൻ എന്ത് വന്നാലും കുഴപ്പമില്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്തെങ്കിലും മ്യൂസിക് കൊടുത്തിട്ട് തന്നെ വെക്കണം എന്ന് വിചാരിക്കുന്നത്. എൻ്റെ ശബ്ദം മാത്രമാണ് ചിലപ്പോൾ ആൾക്കാർ 5 മിനിറ്റ് പോലും കാണില്ല, അതിന് മുന്നേ അടുത്ത വീഡിയോ സ്കിപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അടുത്ത വീഡിയോ നോക്കും. അപ്പോൾ ചിലപ്പോൾ ഈ പാട്ടൊക്കെ ഉള്ളതുകൊണ്ട് 2 വീഡിയോ കാണുന്നെങ്കിൽ കാണട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ പാട്ടൊക്കെ വെക്കുന്നത്. പിന്നെ എനിക്ക് ക്യാമറയുടെ ആംഗിൾ സെറ്റ് ചെയ്തൊന്നും ശരിയായിട്ടില്ല, കുറച്ചും കൂടെ ഹൈറ്റിൽ നിൽക്കേണ്ടതായിരുന്നു, അത് റെഡി ആയിട്ടില്ല. അടുത്ത തവണയെങ്കിലും അത് കുറച്ച് നന്നായിട്ട് നോക്കണം. അത് നമുക്ക് ഫോണുമായിട്ട് ആപ്പ് വഴി കണക്ട് ചെയ്തിട്ട് നോക്കാം. പക്ഷേ ഇതിനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ആപ്പുമായിട്ടൊന്നും കണക്ട് ചെയ്യാൻ ആപ്പ് ഒന്നും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം ഞാനിത് ഓപ്പറേറ്റ് ചെയ്യുന്ന സ്വിച്ചാണ്, ആ ഒരു റെഡും വൈറ്റും കാണുന്ന സ്വിച്ചാണ്, ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ചാണ്. അത് കണക്ടിവിറ്റി നമുക്ക് ആ വൈറ്റിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാമറ ഓൺ ആവും, വീണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫാകും. റെഡ് സ്വിച്ച് വന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്, മറ്റത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഇതുകൊണ്ട് ഉപകാരമുണ്ട്. പിന്നെ എവിടേക്കോ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഞാനതൊന്നും നോക്കിയിട്ടില്ല, അതിന് കൂടുതൽ എഡിറ്റ് ചെയ്യാനോ കട്ട് ചെയ്യാനോ ഒന്നും പോയിട്ടില്ല. ഇപ്പം തന്നെ സമയം ഇതാണ്ട് 1 മണിയാകും പോകുന്നു, വെളുപ്പിന് ഉറക്കവും വരുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇന്ന് തന്നെ ഇത് അപ്ലോഡ് ചെയ്യണം, കാരണം ഇനി ഞാൻ താമസിപ്പിക്കുന്നില്ല, ചെയ്യുന്നതെല്ലാം അപ്പം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വ്യൂസൊക്കെ കയറുമല്ലോ. അപ്പോൾ എന്തായാലും 1200 സബ്സ്ക്രൈബേഴ്സ് ആയി എന്നുള്ളത്, 1200 അല്ല കേട്ടോ, ഇനി നമുക്കും 1203 ഉണ്ട്. 3 പേർക്കും ഭയങ്കര വാല്യൂ ഉള്ളതാണ്. അതുകൊണ്ട് 1203 സബ്സ്ക്രൈബേഴ്സ് ആയി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളതാണ്. ഈ 1203 സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. അതിൽ എന്നെ അറിയുന്നവരൊക്കെ വളരെ കുറവാണ്, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിൽ തന്നെ വളരെ കുറവാണ് എൻ്റെ വീഡിയോസ് കാണുന്നവരും സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ. പക്ഷേ ഇത് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. എന്തൊരു അടിപൊളി സ്ഥലം നോക്കിക്കേ,
നല്ല നല്ല റോഡ്, 2 സൈഡിലും പാടം, പിന്നെ വെള്ളമൊന്നും കാണാൻ പറ്റില്ല. അങ്ങ് ദൂരെ മല കാണാം, കുറേ മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇത് നമ്മുടെ ക്യാമറയിൽ കിട്ടുന്നതിന് പരിധിയുണ്ട്. ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നുണ്ട്, ക്യാമറയുടെ ലെൻസിലെ വെള്ളം ആയതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ചെറിയ സ്പോട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതൊക്കെ പിന്നീടാണ് മനസ്സിലാകുന്നത്. നമ്മൾ ഈ യാത്ര ചെയ്തു പോയിക്കൊണ്ടിരിക്കുമ്പം നമ്മളിത് അറിയുന്നില്ല. പരമാവധി ഞാൻ കട്ട് ചെയ്യാതെ കണ്ടിന്യൂസ് പിടിക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. 2-3 മിനിറ്റ് നിർത്താതെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ട്. പ്രധാനപ്പെട്ട വന്യമൃഗങ്ങളായ കടുവയും കരടിയും കാട്ടുപോത്തിനെയും ഒന്നും കണ്ടില്ലെങ്കിലും റോഡ് നിറച്ചും കുറേ പട്ടികളുണ്ടായിരുന്നു. ഞാനോർത്ത് ഈ വയനാട്ടിലൊക്കെ ഈ തെരുവട്ടികളുടെ ശല്യം കുറവായിരിക്കുന്നത്. അവിടെയും കുറവൊന്നുമില്ല. കണ്ണൂർ ഭയങ്കര കൂടുതലാണ്. ബസ് സ്റ്റാൻഡിൽ ചെന്നാലും, ബസ് സ്റ്റോപ്പിൽ ചെന്നാലും, റെയിൽവേ സ്റ്റേഷൻ ചെന്നാലും, ബീച്ചിൽ ചെന്നാലും, പാർക്കിൽ ചെന്നാലും എവിടെയായാലും തെരുവട്ടികളുടെ ശല്യം ഭയങ്കര അധികമാണ്. അപ്പോൾ ഇവിടെ കുറച്ച് കുറവുണ്ടാകുമെന്നാണ് ഞാൻ ഓർത്ത്. ഇവിടെയും കുറവൊന്നും ഉണ്ടായിരുന്നില്ല, അവിടെയും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്നും കടുവയൊന്നും പിടിക്കുകയില്ലേ, റോട്ടിലൊക്കെ ഇങ്ങനെ ഇറങ്ങി കിടക്കുന്നുണ്ട്. തിരുനെല്ലി അമ്പലത്തിലേക്കുള്ള റോട്ടിൽ നമ്മളിപ്പോൾ കയറി. ഇനി കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തിരുനെല്ലി അമ്പലം എത്തും. ഞങ്ങൾ അമ്പലത്തിൻ്റെ പുറത്ത് അവിടെ നിന്നു, വണ്ടി അവിടെ പാർക്ക് ചെയ്തു, കുറച്ച് നേരം വിശ്രമിച്ചു. അവിടുന്ന് കുറച്ച് നേരം ശരിക്കും വർത്തമാനം പറഞ്ഞ് നമ്മൾ അവിടെ ഇരുന്നിട്ടാണ്. കാരണം ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങളൊക്കെ അതിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് നടന്നത്. അതിനുശേഷം ഞങ്ങൾ ഒരുപാട് താമസിക്കാതെ അവിടെ നിന്ന് തിരിച്ച് വീണ്ടും പോരുകയാണ് ഉണ്ടായത്. നമ്മുടെ സാബുറൊക്കെ നല്ല ഫുൾ പവറിലാണ്, ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. പുള്ളിക്ക് അവിടെയൊക്കെ നിർത്തണമെന്നുണ്ട്. ഞാൻ പറയും നിർത്തണ്ടോ, മൃഗങ്ങളുടെയൊക്കെ ശല്യം ഉണ്ടാവുന്നത് മാത്രമല്ല, നമ്മൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ പോലീസുകാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഫൈനൊക്കെ അടിക്കാൻ സാധ്യതയുണ്ട്, നമുക്ക് സേഫ്റ്റി നോക്കണ്ടേന്ന് പറഞ്ഞു. അതുകൊണ്ട് പുള്ളി അങ്ങോട്ട് വിട്ടുപോയി. എന്തായാലും പുള്ളി ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ആ വണ്ടി ഓടിക്കുന്നുണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം നമ്മൾ പറഞ്ഞ് സജസ്റ്റ് ചെയ്തിട്ടൊരു റൂട്ടിൽ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരത്രയും ദൂരത്തു നിന്ന് വന്നതാണല്ലോ. അവരിനിയും ഭയങ്കര പ്ലാനാണ് കേട്ടോ. ഇവർ രണ്ടുപേരും കൂടിയിട്ട് മേപ്പാടി തന്നെ തിരിച്ചു പോകും. അവർ ചൂരൽമല പോകും എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം ഞാനിത് വോയിസ് പിന്നീട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ പറയാം, അവർ ചൂരൽമല പോയ കഥയും പറയാം. നമ്മുടെ മറ്റ് നാടുകളിൽ നിന്നും വരുന്നവരെ എങ്ങനെയാണ് ചിലരൊക്കെ പറ്റിക്കുന്നതെന്ന് കൂടെ പറയാം, അല്ലെങ്കിൽ അവരെ ചതിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഇവരെ സൂചിപ്പാറയുടെ വാച്ച് ടവർ ഉണ്ട്, വെള്ളച്ചാട്ടത്തിലേക്കുള്ളതൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ വേറൊരു കാണാൻ സ്ഥലമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് 2 പേര് കൂട്ടിക്കൊണ്ടുപോയി. ഭയങ്കര സ്വീകരണമായിരുന്നു, ഭയങ്കര കാര്യമായിട്ട് അവരെ കൂട്ടിക്കൊണ്ട് ഒരാൾക്ക് 250 രൂപ വെച്ച് മേടിച്ച് 2 പേരെടുത്ത് 500 രൂപ വെച്ച് മേടിച്ചു. എന്നിട്ട് അവരെന്താണ് കാണിച്ചു കൊടുക്കുന്നത്, ഒന്നുമില്ല, ശരിക്കും അതൊന്നും അംഗീകൃതമല്ല, അതൊക്കെ അവിടെയുള്ള കുറച്ച് ആളുകൾ തന്നെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പം ഇതുപോലെയൊക്കെ കുറച്ച് പേരൊക്കെ കൂടുതലായിട്ട് ചെയ്തു കഴിഞ്ഞാൽ, അതൊക്കെ ആരെങ്കിലുമൊക്കെ ഇഷ്യൂ ആക്കി കഴിഞ്ഞാൽ മോശം ആ നാടിന് തന്നെയാണ്. കാരണം പിന്നീട് അങ്ങോട്ട് ടൂറിസ്റ്റുകൾ വരാതാകുന്നുണ്ട്. ഇതുപോലെ പിടിച്ചുപറി ഉണ്ടെന്ന് അറിഞ്ഞാൽ ടൂറിസ്റ്റുകൾ വരാതാവും. എത്രയോ സ്ഥലങ്ങളിലുണ്ട് നമുക്ക് നല്ല മാന്യമായി പോയി ഇതുപോലെ പിടിച്ചുപറികളൊന്നുമില്ലാതെ നമുക്ക് ആസ്വദിച്ച് കണ്ടിട്ട് വരാം. പിന്നെ ഗവൺമെൻറ് നിശ്ചയിച്ച ഒരു ഫീസ് ഉണ്ടാവുമല്ലോ എല്ലായിടത്തും കയറാനൊക്കെ. അപ്പം ആ ഫീസ് കൊടുക്കാമെന്നല്ലാണ്ട് അവിടെയുള്ള പ്രൈവറ്റ് വ്യക്തികൾക്ക് അവരുടെ പറമ്പിലുള്ള സ്ഥലത്ത് നമ്മൾ പോകുന്ന പോലെയാണ് അവർ നമ്മുടെ അടുത്ത് നിന്ന് പൈസ മേടിക്കുന്നത്. ഇവരോട് അതുപോലെ ചെയ്തു. അതന്ന് രാത്രിയാണ് അവരെന്നെ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു സംഭവം കൂടെ ഞാൻ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചേക്കാമെന്ന് കരുതിയത്. അത് വളരെ മോശമായ സംഭവമായി പോയത്. അപ്പം അവരുടെ കാര്യം പറയാം. അവർ അതിനുശേഷം അന്നും കൂടെ മേപ്പാടി നിന്നിട്ട് അടുത്ത ദിവസം രാവിലെ വിട്ടത് നമ്മുടെ മസ്സിനഗുഡി വഴി ഊട്ടിക്കാണ്. ബത്തേരി പോയി, മുത്തങ്ങ പോയി, നമ്മുടെ ഗുണ്ടൽപേട്ട് ഫോറസ്റ്റിൻ്റെ പേരെന്താണ് ഞാൻ മറന്നുപോയി, മുതുമല ടൈഗർ റിസർവ്, അതും കഴിഞ്ഞ് മസ്സിനഗുഡി ഊട്ടി പോയി. ഊട്ടിയിൽ റൂം എടുത്ത് അവർ കുറച്ച് നേരം കറങ്ങി. അപ്പം അതിൻ്റെ പിറ്റേ ദിവസം, അതായത് പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നാളെ എന്ന് പറയാൻ പറ്റില്ല, ഇന്ന് ഇനിയിപ്പം നേരം വെളുത്ത് കഴിയുമ്പോൾ 7-8 മണിയാകുമ്പോൾ അവർ തിരിച്ചു പോകും. ഒരാൾ കോതമംഗലത്തേക്കും മറ്റാൾ കൊട്ടാരക്കരയ്ക്കും തിരിച്ചു പോകും. അവിടെ 4 ദിവസത്തെ ലോങ് പ്ലാനാണ്. ഞാൻ അവരുടെ കൂടെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ജോയിൻ ചെയ്തിട്ടുള്ളൂ. വഴി ചോദിച്ചു പോകാമെന്ന് പറയുന്ന പോലെ ഒരു ചേട്ടനോട് ചോദിച്ചു. അങ്ങനെ ചേട്ടൻ മുകളിലോട്ടാണ് പോകേണ്ടതെന്ന് പറഞ്ഞിരുന്നു. അവിടെ ഒരു ബസ് കിടപ്പുണ്ട് കേട്ടോ, പാലാ പത്തനംതിട്ട തിരുനെല്ലി അമ്പലം KSRTC കിടക്കുന്നത്. അത് രാത്രി നൈറ്റ് സർവീസ് ബസ്സാണ്. രാത്രിയൊക്കെ ആയിരിക്കും പോകുന്നുണ്ടാവുക. ഉണ്ടോ വെയിറ്റിംഗ് ഷെഡിൽ ഇരിക്കുന്നുണ്ടോ? പക്ഷേ ഇത് വലിയ അപകടം ഇവിടെ തന്നെയൊക്കെ ഉള്ള പട്ടികളൊക്കെ തന്നെയായിരിക്കും. അയ്യോ, അവിടെ ഇരിക്കുന്ന ആളെയല്ല കേട്ടോ പറഞ്ഞത്. പിന്നെ റോഡിൽ കുറേ പക്ഷികളൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ട്. ഈ മുകളിലോട്ടുള്ള വഴിയാണ് തിരുനെല്ലി അമ്പലത്തിലേക്ക് പോകുന്നത്. നേരെ പോകുന്നത് തോൽപ്പെട്ടിക്കുള്ള റൂട്ടാണ്. തോൽപ്പെട്ടിയിൽ നിന്ന് പിന്നെ നാഗർഹോള റൂട്ടുണ്ട്. അതിൽ ബൈക്ക് അലൗഡ് അല്ല.
അത് നല്ല ഫോറസ്റ്റാണ്. അവിടെ മൃഗങ്ങളെ കൂടുതൽ കാണാൻ സാധ്യതയുള്ള സ്ഥലമാണെന്നാണ് പറയുന്നത്. ഞാനിതുവരെ പോയിട്ടില്ല. മറ്റൊരു റൂട്ടുണ്ട്, ബാവലിയിൽ നിന്ന് കുട്ട ഗോണിക്കുപ്പ എത്തുന്ന ഒരു വഴിയുണ്ട്, അതിൽ പോയിട്ടുണ്ട്. അവിടെ ഞാനൊന്നും കണ്ടിട്ടൊന്നുമില്ല മൃഗങ്ങളെ. പിന്നെ മുത്തങ്ങ വഴി പോയപ്പോൾ ഞാൻ അത്യാവശ്യം മൃഗങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ട്. ബസ്സിന് പോകുമ്പോൾ ടൈഗറിനെ കണ്ടിട്ടുണ്ട്. ഒരു തവണ രാവിലെ വെളുപ്പിനാണ് അത് കണ്ടിട്ടുള്ളത്. പിന്നെ ആനകളെ കണ്ടിട്ടുണ്ട്, മാനുകളെ കണ്ടിട്ടുണ്ട്, അതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ യാത്രയിൽ ഒന്നിനും കുരങ്ങന്മാരെ പോലും അങ്ങനെ കാര്യമായിട്ടൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഞങ്ങളൊക്കെ തന്നെ കുരങ്ങന്മാരാന്ന് അങ്ങോട്ട് സങ്കല്പിച്ചിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് കാണേണ്ടി വരും. അപ്പം പറഞ്ഞു വന്നത്, ഈ ഒരു സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ കുറച്ച് നേരം വണ്ടി ഞാൻ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തു, കുറേ വീഡിയോ ഒക്കെ എടുത്തു. കുറച്ച് പൂക്കളൊക്കെ ഉണ്ട്. അപ്പം ഇതുപോലത്തെ നമ്മുടെ ജമന്തിപ്പൂ ഗുണ്ടൽപേട്ടിൽ പോയാൽ ഇപ്പോൾ ഇഷ്ടം പോലെ കാണാം. അപ്പോൾ നമ്മുടെ എൽദോ ബ്രോയും സാബു ബ്രോയൊക്കെ അവിടെ പോയി പൂക്കളുടെ അടുത്ത് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ അയച്ചു. ഭയങ്കര സന്തോഷം. എനിക്കൊരു ദിവസം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ യാത്ര തന്നെ വയനാട് കറങ്ങാതിരിക്കാൻ പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ നേരെ ഗുണ്ടൽപേട്ട് പോകുമായിരുന്നു. പക്ഷേ ഞങ്ങൾ സമയമൊക്കെ എങ്ങനെയാണെന്ന് കൃത്യമായിട്ടൊരു പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഗുണ്ടൽപേട്ട് പോയിട്ടില്ല. എനിക്ക് പോകാൻ പറ്റില്ല. പക്ഷേ ഇവർ പോയി, ഇവർ എൻജോയ് ചെയ്ത് ഗുണ്ടൽപേട്ട് പോയിട്ട്. എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഗുണ്ടൽപേട്ട് ഒന്ന് കാണണം. ഈ പോകുന്ന വഴിക്ക് കുറച്ച് ഏറുമാടങ്ങളൊക്കെ കണ്ടിരുന്നു. പക്ഷേ അതിൽ കയറാൻ പറ്റുമോ, ആരുടെ പെർമിഷൻ എടുക്കേണ്ടതെന്ന് അറിയില്ല. ആളെയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു നമുക്കൊന്ന് കയറാൻ പറ്റിയിരുന്നു, നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമുക്കിവിടെ നിർത്താൻ പറ്റില്ലല്ലോ, ഫോറസ്റ്റ് അല്ലേ. പിന്നെ അത് നമുക്കുള്ള ഏറുമാടാണോ അതോ ഫോറസ്റ്റ് ഓഫീസർമാർക്ക് അവർക്ക് ഇരിക്കാനും റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലമാണോ എന്നൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കാതെ വീണ്ടും മുന്നോട്ട് തന്നെ പോയി. പിന്നെ ഈ റൂട്ടിൽ പോകുമ്പോൾ മറ്റൊരു കാര്യം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ പെട്രോൾ ആവശ്യത്തിന് അടിക്കണം. കാരണം എൻ്റെ വണ്ടിയിൽ തന്നെ പെട്രോൾ കുറവായിരുന്നു. 2 കട്ട പെട്രോൾ ഉണ്ടായിരുന്നുള്ളൂ. കാട്ടിക്കുളത്ത് നിന്ന് അടിക്കണം എന്ന് ഓർത്തതാണ്, പക്ഷേ ഞാൻ മറന്നുപോയി അടിക്കാൻ വേണ്ടിയിട്ട്. തിരിച്ച് തിരുനെല്ലി കഴിഞ്ഞ് വന്നപ്പോൾ ഒരു കട്ട കാണുന്നു. പിന്നെ കാട്ടിക്കുളത്തേക്ക് അവിടുന്ന് 20 കിലോമീറ്റർ അടുത്തുണ്ട്. 20 കിലോമീറ്റർ ധാരാളം ഓടാനുള്ളുണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് നേരം കിടക്കേണ്ടി വന്നാലോ അല്ലെങ്കിൽ ഒന്ന് റൂട്ട് ഡൈവേർട്ട് ചെയ്ത് പോകേണ്ടി വന്നാലോ പെട്രോൾ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാവില്ല. കാരണം നമുക്ക് വഴിക്ക് നിർത്തിയിട്ട് പോകാൻ പറ്റില്ല. കാരണം വണ്ടി വഴിക്കൊന്നും ഇടാനും പറ്റില്ലല്ലോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മൾ ആവശ്യത്തിന് എണ്ണ കരുതണം. പെട്രോൾ നമ്മൾ എപ്പോഴും കരുതുക എന്നുള്ളത് നല്ലതാണ്. കാരണം ഇവിടെ ബ്ലാക്കിലൊന്നും മേടിക്കാൻ കിട്ടില്ല. പിന്നെ അങ്ങനെ മേടിക്കാനും പാടില്ലല്ലോ. പിന്നെ പമ്പുമില്ല. ഞാൻ കരുതിയ തിരുനെല്ലിയിൽ പമ്പ് ഉണ്ടാവുമെന്നാണ് കരുതിയത്. പക്ഷേ തിരുനെല്ലിയിൽ പമ്പില്ല. പിന്നെ തിരിച്ചു വന്നാൽ കുട്ടയിൽ പോകണം, അല്ലെങ്കിൽ കാട്ടിക്കുളത്ത് വരണം, ബാവലി പോകണം, അങ്ങോട്ടൊക്കെ പോകണം. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് ഞാൻ ഈ യാത്രയിൽ പഠിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ തീരുമാനമെടുത്തു, ഇതുപോലുള്ള യാത്രകൾ ചെയ്യുമ്പം ഞാൻ അവസാന കട്ടയാഴാൻ നിൽക്കില്ല. അതിന് മുന്നേ തന്നെ പെട്രോൾ എന്തായാലും ഞാൻ അടിക്കുമെന്ന് തീരുമാനിച്ചു. പ്രത്യേകിച്ച് പണിയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വിട്ടുപോയതിന് ശേഷം മൈൻഡ് വന്ന് തിരുനെല്ലിയിൽ നിന്ന് അടിക്കാമല്ലോ എന്നുള്ള മൈൻഡിലാണ് പോയത്. പക്ഷേ ഇപ്പം ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ഏതാണ്ട് 1:30 കഴിഞ്ഞു, ഉച്ച സമയം കഴിഞ്ഞു. പക്ഷെ നല്ല തണുപ്പാണ് കേട്ടോ, നല്ല സുഖമാണ്. ബൈക്ക് ഓടിച്ച് പോകാൻ വേണ്ടിയിട്ട് നല്ല ക്ലൈമറ്റാണ്. പക്ഷെ ഒരു ജാക്കറ്റ് നമ്മൾ കരുതുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ നല്ല തണുപ്പടിച്ച് കുത്തി കയറും. നമുക്ക് ചൂടെന്ന് പറയുന്നില്ല. ചില സ്ഥലങ്ങളിലൊക്കെ വെയിലുണ്ട്, പക്ഷേ വെയിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. സെപ്റ്റംബർ മാസം ആയതുകൊണ്ട് തന്നെ പൊതുവേ അത്ര ചൂടൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ മാർച്ച് ഏപ്രിലൊക്കെ ഇവിടെയും നല്ല ചൂടാന്ന് പറയുന്നിട്ടുണ്ട്. പഴയ തണുപ്പൊക്കെ കുറഞ്ഞു എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. ഇനിയിപ്പം ഞങ്ങൾക്ക് ചെറിയ രീതിയിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് എത്തിയതും തിരുനെല്ലിക്കുള്ള യാത്രയിൽ ആദ്യം ഞങ്ങളൊരു വെള്ളം കുടിക്കാൻ വേണ്ടി നിന്നതും കാട്ടിക്കുളത്തുള്ളൊരു ഹോട്ടലിലാണ്. അപ്പം ഇത് കാട്ടിക്കുളത്ത് എത്തുന്നതിന് മുന്നെയാണ്, മാനന്തവാടിയിൽ നിന്ന് വരുമ്പോൾ കാട്ടിക്കുളം എത്തുന്നതിന് മുന്നെയാണ് ഈ ഹോട്ടൽ. നമുക്ക് നല്ല വാഷ്റൂം സൗകര്യമുണ്ട്, അത്യാവശ്യം വൃത്തിയുണ്ട്, ഫുഡും മോശമൊന്നും ആയിരുന്നില്ല. അത് കുറച്ചും കൂടി എക്സാക്റ്റ് ആയിട്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ അവിടെ ഒരു ഡിവൈൻ പ്രൊവിഡൻസ് സെമിനാരി ഉണ്ട്. പഴയ മജിസ്ട്രേറ്റ് കവല എന്നാണ് ഈ സ്ഥലത്തിന് പറയുന്നത്. അതിനടുത്തായിരുന്നു. ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഞങ്ങളുടെ സാബുബ്രോയെ ഞങ്ങൾക്ക് മിസ്സായി കേട്ടോ. പുള്ളി വേറൊരു വഴിയിൽ കയറിപ്പോയി, ചെറിയ റോഡിൽ. നല്ല റോഡ് കിട്ടിയിട്ട് പുള്ളി എങ്ങനെയാണ് കൃത്യമായിട്ട് ആ ചെറിയ റോഡിൽ കയറി പിടിച്ചതെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല. പയ്യമ്പള്ളിക്ക് പോകുന്ന കുറുവാദ്വീപിലേക്കൊക്കെ പോകുന്ന റോഡിലോട്ട് കുറച്ച് ദൂരം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവർക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, ലൊക്കേഷൻ അയച്ചു കൊടുത്തു. പുള്ളി വന്നു.
പിന്നെ ഇത് കാണുന്ന ഈ വ്യൂവിൽ കാണുന്നത് കണിയാരം, മാനന്തവാടി കണിയാരത്തുള്ള പള്ളിയാണ്. ഇവിടെ ഞാൻ കുറച്ച് നേരം ബ്രേക്ക് എടുത്തിരുന്നു. മഴ വരുമെന്ന് പേടിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് കുറച്ച് നേരം കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ച് നേരം വണ്ടിയൊക്കെ നിർത്തി ഞാൻ കുറച്ച് നേരം അവിടെ സ്റ്റെപ്പിലിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, ഇവിടെ ഇരിക്കാൻ പാടില്ല, ഇവിടുന്ന് ഫോട്ടോ ഒന്നും എടുക്കരുത്, വീഡിയോ ഒന്നും എടുക്കരുത് എന്ന് പറഞ്ഞു. ഇവിടെ ക്യാമറയൊക്കെ ഉണ്ട്, വേണമെങ്കിൽ താഴെ നിന്നിട്ട് ഫോട്ടോ എടുത്താൽ മതി, അങ്ങോട്ട് കയറരുതെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ താട്ടിറങ്ങിപ്പോയി. കാരണം എല്ലാവരും വളരെ നന്നായിട്ട് കെയർ ചെയ്ത് സൂക്ഷിക്കുന്ന സ്ഥലമാകുമ്പം അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവില്ല. നമ്മളപ്പോൾ അവർ പറയുന്നത് ശ്രദ്ധിക്കണം, അനുസരിക്കണം. നമ്മളവരെ തിരിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. അപ്പം ഞങ്ങളുടെ എൽദോ ബ്രോയും ഞാനും സാബു ബ്രോയും ഒക്കെ കൂടിയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കായിരുന്നു. അവിടെ കുഴിമന്തിയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ചോറുണ്ടായിരുന്നു. ഞങ്ങൾ ചോറാണ് കഴിച്ചത്. പിന്നെ അങ്ങനെ ഞങ്ങളുടെ എൽദോ ബ്രോയും സാബു ബ്രോയും താൽക്കാലികമായിട്ടുള്ള ഈ റൈഡ് എന്നോടൊപ്പം ഉള്ള കമ്പനി അവസാനിപ്പിച്ച് അവർ പുതിയ റൂട്ടിലേക്ക് പോകണം. കാരണം അവർ യാത്ര നിർത്തിയില്ല, തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ കുറച്ച് നേരം കൂടെ ഒക്കെ അവിടെ ഒരു റെസ്റ്റ് എടുത്ത് ഒരു ചായയും കൂടെ ഒക്കെ കുടിച്ചിട്ട് ഞാൻ തിരിച്ച് കണ്ണൂർക്ക് പോയി. അപ്പോൾ ഇനി കാണുന്ന കുറച്ച് ഷോർട്സ് മുന്നേ ഷോട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ പറ്റാതിരുന്നതും ഒക്കെ തന്നെ ഞാൻ വീണ്ടും എടുത്തിട്ടതൊക്കെയാണ്. തിരുനെല്ലി അമ്പലത്തേക്ക് കയറിപ്പോകുന്ന വഴിയും പിന്നെ തിരിച്ചുള്ള ബാക്ക് ടു ഹോം കുറച്ച് വഴിയൊക്കെ തന്നെ കാണിച്ചിട്ടുള്ളൂ. ആകെ 46 മിനിറ്റിൻ്റെ വീഡിയോ ആണ്. ഞാനൊരു 20-30 മിനിറ്റിൽ അവസാനിപ്പിക്കണം എന്ന് കരുതി തുടങ്ങിയതാണ്. പക്ഷെ ഒന്നും എഡിറ്റ് ചെയ്തിട്ടൊന്നും കട്ട് ചെയ്യാൻ തോന്നില്ല. എല്ലാം ഇരിക്കട്ടെ. കുറേ കാലം കഴിയുമ്പോൾ എനിക്കെടുത്ത് നോക്കുമ്പോൾ ഞാൻ ഈ റൂട്ടിലൊക്കെ പോയിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷം കാണുമല്ലോ. മറ്റാരും കണ്ടിട്ടില്ലെങ്കിലും ഞാൻ എന്തായാലും കാണും ഇടയ്ക്കൊക്കെ എൻ്റെ വീഡിയോ. അപ്പം എനിക്കിതൊക്കെ കാണാമല്ലോ, ഞാൻ പോയ വഴികൾ മുഴുവൻ കാണാമല്ലോ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പരമാവധി ഒഴിവാക്കാതെ കട്ട് ചെയ്യാതെ ഇരുന്നത്. പിന്നെ എന്താണ് ഈ യാത്രയെപ്പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര ഇത് വന്നില്ലേ എനിക്ക് നഷ്ടം തന്നെ ആയിരുന്നേനെ. കാരണം ഞാൻ ആ മടി പിടിച്ചിരുന്നെങ്കിൽ മടി പിടിച്ചൊരു ഞായറാഴ്ച വെറുതെ കളയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവരുടെ കൂടെ വന്ന് എൻജോയ് ചെയ്തു. ഇനി ഈ യാത്രയുടെ മൊത്തം ചിലവുകളും കൂടെ പറയാം. 2025 സെപ്റ്റംബറിലും ഒരു സൺഡേ പോയി ഈ റൈഡിന് ഞാൻ പെട്രോൾ അടിച്ച് 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടുള്ളൂ. അപ്പ് ആൻഡ് ഡൗൺ ഞാൻ 190 കിലോമീറ്ററിനിടയ്ക്ക് പോയിട്ടുണ്ട്. അത്യാവശ്യം പെട്രോൾ വണ്ടിയിൽ കുറച്ചുണ്ടായിരുന്നു. 500 രൂപയുടെ പെട്രോൾ അടിച്ചു. ചായയും മറ്റു ഭക്ഷണം എല്ലാം കൂടിയിട്ട് 150 രൂപ. അങ്ങനെ 650 രൂപയ്ക്ക് 190 കിലോമീറ്റർ കണ്ണൂരിൽ നിന്ന് ഒരു വയനാട് ട്രിപ്പ് പോയിട്ട് വന്നു ബൈക്കിന്. പിന്നെ ബാക്കിയുള്ളതിൻ്റെ ചെയിൻ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ സർവീസായിട്ട് വരുന്നതാണല്ലോ, കുഴപ്പമില്ല. അതിപ്പോൾ നമ്മളെന്തായാലും 4-5 മാസത്തിലൊരിക്കൽ ഡീലറൊക്കെയായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഈ യാത്ര പോയാലും പോയില്ലെങ്കിലും വണ്ടി വെറുതെ ഇരുന്നാലും നമ്മൾ മാസത്തിൻ്റെ കണക്കിൽ നമ്മൾ സർവീസ് ചെയ്യണം. അപ്പം പൈസയൊക്കെ സെയിം തന്നെയാണ്. പിന്നെ റോയൽ എൻഫീൽഡിൻ്റെ ഇതുവരെയുള്ള അനുഭവങ്ങൾ, വണ്ടി എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ടും പോകുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ പോരായ്മകൾ ഡിസൈൻ വൈസ് കുറച്ചും കൂടെ ഒന്ന് നന്നാക്കായിരുന്നു ഈ വണ്ടിയിൽ നിന്ന് എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്. റെട്രോ ബൈക്കാണ്, അപ്പം അതിൻ്റേതായിട്ടുള്ള പരിമിതികൾ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. സ്പോർട്സ് ബൈക്ക് പോലെ ഇരിക്കാൻ പറ്റില്ല, എങ്കിലും ഒരല്പം സ്പോർട്ടി ലുക്കൊക്കെ ആകായിരുന്നു. കാരണം ചില സ്പോർട്സ് ബൈക്കൊക്കെ കാണുമ്പം കൊതി തോന്നുന്നുണ്ട്. അപ്പം വിചാരിക്കും അയ്യോ ഇത് മതിയായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിലെന്നാലും നമ്മുടെ TVS റോണിൻ കാണുമ്പോൾ എനിക്ക് മനസ്സിൽ വീണ്ടും ഉണ്ട്, റോണിൻ നല്ലൊരു ചോയ്സ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇതിനേക്കാളും 25,000 രൂപ കുറഞ്ഞിട്ട് വണ്ടി കിട്ടുമായിരുന്നു. ഏതാണ്ട് ഇതിൻ്റെ പവറും കാര്യങ്ങളും ടോർക്കൊക്കെ ഉണ്ട്. യാത്രാ സുഖം ഇതിനേക്കാളും കുറച്ചും കൂടെ ബെറ്ററാണെന്ന് കേട്ടിട്ടുണ്ട്. കുറച്ചും കൂടെ ഹാൻഡ്ലിങ് പൊസിഷൻസും കംഫർട്ടൊക്കെ അതിനാണ് നല്ലതെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ സർവീസ് കോസ്റ്റ്, സ്പെയർ പാർട്സ് കോസ്റ്റൊക്കെ എൻഫീൽഡിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ TVSന് കുറവായിരിക്കും. എന്നാലും റോയൽ എൻഫീൽഡ് തന്നെയാണ്. അത് എന്താണ് റോയൽ എൻഫീൽഡ് ഒരു പരസ്യമില്ലേ, റോയൽ എൻഫീൽഡ് ഈസ് നോട്ട് ജസ്റ്റ് ആൻ ഇമോഷൻ, ഇറ്റ്സ് എ ഫീലിംഗ് എന്ന് പറയുന്നതാണോ, നോട്ട് എ ഫീലിംഗ് ആൻ ഇമോഷൻ എന്ന് പറയുന്നതാണോ, എന്താണോ, എന്ത് തന്നെയായാലും റോയൽ എൻഫീൽഡ് തന്നെയാണ്. ഞാൻ സമ്മതിച്ചു. കാരണം നമ്മളെ മടുപ്പിച്ചിട്ടില്ല, വണ്ടി ബോറടിപ്പിച്ചിട്ടില്ല. പിന്നെ എനിക്കിത് പറയുന്ന പോലെ അങ്ങനെ ഭയങ്കര ഓവർടേക്കിങ്ങോ കുത്തിക്കയറി പോകേണ്ടതോ ഒന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വളരെ സിമ്പിളായിട്ടാണ് പോയത്. അപ്പം ഞാൻ എൻ്റെ വീഡിയോ പിടുത്തത്തിൻ്റെ പ്രധാന ഭാഗങ്ങളൊക്കെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി തിരിച്ച് വീട്ടിലോട്ടുള്ള യാത്രയാണ്. എനിക്ക് ഇവിടുന്ന് ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് എനിക്ക് 70 കിലോമീറ്റർ ഉണ്ട്. 2 മണിക്കൂർ യാത്ര ചെയ്യേണ്ടി വരും, 2 മണിക്കൂറിലേറെ വേണ്ടി വരും. കാരണം ഇടയ്ക്കൊരു ബ്രേക്കൊക്കെ എടുത്തിട്ട് വേണം പോകാൻ. അപ്പോൾ ഇനി വീണ്ടും ഒരു പുതിയ വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി. സാധിക്കുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുക. 1-2 ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക, അവരും 1-2 ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കുക. നമ്മുടെ ഈ മറ്റേ ചെയിൻ ബിസിനസ് പോലെ, മാർക്കറ്റിംഗ് പോലെ 2 പേര് നിങ്ങൾ 2 പേർക്ക് അയച്ചു കൊടുക്കൂ, അവർ 2 പേർക്ക് അയച്ചു കൊടുക്കൂ, അവർ വീണ്ടും 2 പേർക്ക് അയച്ചു